ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഐശ്വര്യ. ഇതാണ് എൻ്റെ ഹോസ്പിറ്റൽ. ഞാനിന്ന് ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയുടെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ ഹാൻഡ് ഓവറൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബേബീസിനുള്ള ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു. 3 ബേബീസ് ഉണ്ടായിരുന്നു. ഈ ബേബി ഡിസ്ചാർജ് ആയി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞപ്പം. പിന്നെ സെക്കൻഡ് ഫ്ലോറിലെയും തേർഡ് ഫ്ലോറിലെയും ബേബീസിനെല്ലാം ഞാൻ ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തിട്ട് വന്ന് അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ആയ ബേബിയുടെ MRT ഫയലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ചെക്ക് ചെയ്ത ടെമ്പറേച്ചർ എല്ലാം എൻട്രി ചെയ്തു മോണിറ്ററിൽ. അത് കഴിഞ്ഞ് വെറുതെ ഇടയ്ക്ക് സാനിറ്റൈസറൊക്കെ ഇടും. പിന്നെ ഫീവർ ഉണ്ടെങ്കിൽ ഇങ്ങനെ റെഡിങ്ങിൽ ഞങ്ങൾക്ക് മാർക്ക് ചെയ്യണം, അതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചു. പിന്നെ ഹാൻഡ് ഓവർ എടുത്ത നോട്ട്സൊക്കെ അപ്പം ഞങ്ങൾ എഴുതും കേട്ടോ. അങ്ങനെ നോട്ട്സൊക്കെ എഴുതി എല്ലാം ഫയലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ചിങ്ങനെ കബോർഡിലെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം അറേഞ്ച് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ NICUൻ്റെ ഫയൽ വരുന്നത്. ഈ കളറിലാണ് NICUൻ്റെ ഫയൽ ഇരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ. പിന്നെ മെഡിസിൻ കുറച്ചൊക്കെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ മെഡിസിനെ കണക്ട് ചെയ്തു. ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്സിന് പോയി. ഞങ്ങളെല്ലാവരും ക്ലാസ്സൊക്കെ കൂടി വന്നു. പിന്നെ വീണ്ടും എല്ലാവർക്കും ഒന്ന് ടെമ്പറേച്ചറും വൈറ്റൽസൊക്കെ നോക്കി മോണിറ്ററൊക്കെ നോക്കി വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അക്സ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താഴെ പോയി വെള്ളമൊക്കെ എടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. മേലെ പോയി ഫുഡ് കഴിക്കാനായിട്ട് തക്കാളിക്കറി ഉണ്ടായിരുന്നു ഉണ്ടാക്കിയത്. ഞാനും അക്സയും ഫുഡ് കഴിച്ച് ഒരുമിച്ചിരുന്ന്. പിന്നെ തേർഡ് ഫ്ലോറിലെ സിസ്റ്റേഴ്സിനെ കുറച്ച് ഇങ്ങനെ മെഡിസിനൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ പുതിയ മെഡിസിൻ ബോക്സ് തന്നു. ഇതാണ് ഞങ്ങളുടെ NICUൻ്റെ പുതിയ മെഡിസിൻ ബോക്സ്. നല്ല രസമല്ലേ. പിന്നെ ഒരു കൊച്ചിന് കാലിൽ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞ് തേർഡ് ഫ്ലോറിലെ സിസ്റ്റേഴ്സായിട്ട് കുറച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം വലിയ പണിയൊന്നുമില്ലായിരുന്നു. ഇന്ന് കുറേ പേഷ്യൻ്റ് ഡിസ്ചാർജ് ഒക്കെ ആയിപ്പോൾ. ഇന്ന് പേഷ്യൻ്റ് വളരെ കുറവായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ വേസ്റ്റൊക്കെ ഡിസ്കാർഡ് ചെയ്യാനുണ്ടായിരുന്നു. വേസ്റ്റൊക്കെ ഡിസ്കാർഡ് ചെയ്ത് പിന്നെ ലാസ്റ്റത്തെ ഫയലെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഹാൻഡ് ഓവർ കൊടുത്ത് പോന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു.